ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കപ്പ് കേക്ക് ഡ്രോയിങ് ആണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു കഥയെന്ന് പറയാം. ലില്ലിയും മധുരമുള്ള കപ്പ് കേക്കും. ഒരു ദിവസം ലില്ലിയുടെ അമ്മ പറഞ്ഞു, ലില്ലി, നാളെ സ്കൂളിൽ ഷെയർ ആൻഡ് കെയർ ഡേ ആണല്ലോ. നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കേക്ക് തയ്യാറാക്കാമോ എന്ന് ലില്ലിയോട് അമ്മ ചോദിച്ചു. ലില്ലി ചിരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ എൻ്റെ സ്പെഷ്യൽ കപ്പ് കേക്ക് ഉണ്ടാക്കും. അതിൽ നിറവും മധുരവും പാടങ്ങളും സ്നേഹവും ഉണ്ടാകും. അങ്ങനെ ലില്ലി അടുക്കളയിൽ കയറി മാവ് ചേർത്തു. പഞ്ചസാരയും അല്പം പാലും ഒരു സ്പൂൺ സ്നേഹവും അതിൽ ചേർത്ത് കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുത്തു. ശേഷം അവൾ അതിന് നല്ല നിറമുള്ള ക്രീമുകളും ചുവന്ന ചെറികളും എല്ലാം പുരട്ടി വെച്ചു. അതിൻ്റെ മുകളിൽ ചുവന്ന 2 ചെറി വെച്ചപ്പോൾ കപ്പ് കേക്ക് കാണാൻ നല്ല അലങ്കാരമായിരുന്നു. അവൾ അതിനെ നോക്കി വിസ്മയിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഡോൾനട്ടാണ് ഏറ്റവും മധുരമുള്ളത്. പക്ഷേ അപ്പോഴാണ് ലില്ലിയുടെ ചെറിയ അനിയൻ ബില്ലി അടുക്കളയിലേക്ക് വന്നത്. അവൻ കപ്പ് കേക്ക് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ചേച്ചി, ഇതെനിക്ക് തരുമോ? പക്ഷേ ലില്ലി അതിന് വിസമ്മതിച്ചു. ഇത് എനിക്ക് സ്കൂളിൽ കൊടുക്കുവാനുള്ളതാണ്. എനിക്ക് നിനക്ക് ഷെയർ ചെയ്യാൻ കഴിയുകയില്ല. അത് കേട്ടുകൊണ്ടാണ് അമ്മ അടുക്കളയിലേക്ക് വന്നത്. മോളെ ലില്ലി, നീ ഇത് സ്നേഹത്തോടെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് സ്നേഹം പങ്കിടുകയുള്ളൂ. അത് ലില്ലിയെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. എനിക്ക് ഇനിയും ഉണ്ടാക്കാമല്ലോ. അവൾ സ്നേഹത്തോടെ അവളുടെ കുഞ്ഞനിയന് അത് എടുത്തു കൊടുത്തു. അവൻ ആ മധുരമുള്ള കപ്പ് കേക്ക് ആസ്വദിച്ച് കഴിക്കുന്നതിന് കൂടെ ലില്ലിക്കും അത് ഷെയർ ചെയ്തു. അവർ 2 പേരും സന്തോഷത്തോടെ ആ കുഞ്ഞി കപ്പ് കേക്ക് തിന്നു. ലില്ലി വീണ്ടും കപ്പ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തേതിനേക്കാൾ നല്ല അടിപൊളി കപ്പ് കേക്ക് ആയിരുന്നു ഉണ്ടാക്കിയത്. പിറ്റേന്ന് സ്കൂളിലേക്ക് കപ്പ് കേക്കുമായി ലില്ലി പോയി. കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും എല്ലാം ഷെയർ ചെയ്തു. എല്ലാവരും ലില്ലിയെ പ്രശംസിച്ചു. ലില്ലി ചിന്തിച്ചു, സ്നേഹം, സന്തോഷം, മധുരം എല്ലാം പങ്കുവെച്ചാൽ മാത്രമേ രുചി കൂടുകയുള്ളൂ എന്ന് ലില്ലിക്ക് മനസ്സിലായി. അന്നു മുതൽ ലില്ലി എന്തുണ്ടാക്കിയാലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതിലൂടെ ലില്ലിക്ക് മനസ്സിലായി, മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ മാത്രമാണ് ഏതൊരു മധുരത്തിനും ഇരട്ടി മധുരമായി മാറുന്നത്. ഈ കുഞ്ഞു കഥ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, പങ്കിടലാണ് ഏറ്റവും നല്ല ചേരുവ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും എന്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞനിയന്മാരുണ്ടാകും, കുഞ്ഞനുജത്തിമാരുണ്ടാകും, ഇത്താത്തമാർ, ഇക്കാക്കന്മാർ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് സന്തോഷത്തോടെ കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസും കഥകളും ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഥകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ബൈ.